Hi all, welcome to Competitive Cracker. I'm Shahana. നമ്മളിന്ന് സെറ്റ് എക്കണോമിക്സിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വരുന്ന രണ്ട് തിയറീസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മളുടെ ലെവിസിന്റെ തിയറിയും ഫെയറാനീസ് തിയറിയും രണ്ടും ഏകദേശം ഒരുപോലെയാണ്, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. രണ്ടും ഒരുമിച്ച് നമുക്ക് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ലെവിസ് തിയറി. ആർതർ ലെവിസ് അദ്ദേഹത്തിന്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1950-ലാണ്. 1950-ലാണ് ആർതർ ലെവിസ് അദ്ദേഹത്തിന്റെ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ ബുക്ക്, അതായത് ഈ ഒരു തിയറി അദ്ദേഹം 1950-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എക്കണോമിക് ഡെവലപ്മെന്റ് വിത്ത് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നതാണ്. അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആർതർ ലെവിസിനെയാണ് ഓർക്കുക, അല്ലെ? ആർതർ ലെവിസിന്റെ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്ന ബുക്കിലാണ് അദ്ദേഹം ഈ ഒരു തിയറി നമുക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തിയറി എന്ന് വെച്ചാൽ അദ്ദേഹം എന്ത് ചെയ്തപ്പെട്ടു, ടോട്ടൽ ഇക്കോണമീനെ 2 സെക്ടർ ആയിട്ട് മാറ്റി. അതായത് ഫസ്റ്റ് വൺ ഈസ് അഗ്രികൾച്ചറൽ സെക്ടർ ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. ഇൻഡസ്ട്രിയൽ സെക്ടർ, അഗ്രികൾച്ചറൽ സെക്ടറിനെ അദ്ദേഹം ട്രഡീഷണൽ സെക്ടർ ആയിട്ടും ഇൻഡസ്ട്രിയൽ സെക്ടറിനെ അദ്ദേഹം മോഡേൺ സെക്ടർ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സെക്ടർ ആയിട്ടാണ് പരിഗണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കണ്ടു നമ്മൾ? ആർതർ ലെവിസിന്റെ തിയറിയാണ് 1950-ലാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ദെൻ അദ്ദേഹം ടോട്ടൽ ഇക്കോണമീനെ 2ആയിട്ട് തരംതിരിച്ചു. എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ഡെവലപ്മെന്റ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. എക്കണോമിക്സിന്റെ സെൻസിൽ നോക്കുമ്പോൾ ഏതൊരു തിയറി ആവട്ടെ, ഏതൊരു മോഡൽ ആവട്ടെ, ഏതൊരു ഫിനോമിനൻ ആവട്ടെ, നമ്മൾ അസംഷന്റെ ബേസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ പറയുന്ന അസംഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തിയറി ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ന തിയറി ഇങ്ങനെയാണ് എന്നാ പറയാം. അപ്പൊ ഏതൊരു തിയറിക്കും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? അസംഷൻസ് തന്നെയാണ്. സോ നമുക്ക് അസംഷനിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് 2 സെക്ടർ മോഡൽ. ബേസിക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇതൊരു 2 സെക്ടർ മോഡലാണ്. 2 സെക്ടേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് റൂറൽ സബ്സിസ്റ്റൻസ് സെക്ടർ ആണ്. ഓക്കെ, റൂറൽ സബ്സിസ്റ്റൻസ് സെക്ടർ ആണ്. റൂറൽ സബ്സിസ്റ്റൻസ് സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മളുടെ അഗ്രികൾച്ചറൽ സെക്ടർ ആണ്. സെക്കൻഡ് വൺ, സപ്ലൈ ഓഫ് ലേബർ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഈ അഗ്രികൾച്ചറൽ സെക്ടറിൽ അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് സെക്ടറിൽ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. സർപ്ലസ് ലേബർ ഇൻ റൂറൽ സെക്ടർ, ഈ സെക്ടറിൽ റൂറൽ സെക്ടർ ആയിട്ടുള്ള സബ്സിസ്റ്റൻസ് സെക്ടർ ആയിട്ടുള്ള അഗ്രികൾച്ചറൽ സെക്ടറിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈയോടൊപ്പം തന്നെ എന്തായിരിക്കും? യെസ്, റൂറൽ സെക്ടർ ലേബർ സർപ്ലസ് ഉണ്ടായിരിക്കും. ഒരുപാട് ലേബേഴ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. അവിടെ വെറുതെ ഒരുപാട് ലേബേഴ്സ് ഉണ്ടായിരിക്കും. ചെറിയ തുച്ഛമായ വേജിന് പോലും ലേബേഴ്സ് എന്തായിരിക്കും? വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്ന സിറ്റുവേഷൻ ആണ് അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉള്ളത്. അവരുടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി എത്രയാണ്? 0-യാണ്. ഒരാൾ വർക്ക് ചെയ്താലും 10 ആൾ വർക്ക് ചെയ്താലും 100 പേര് വർക്ക് ചെയ്താലും ഒരേ ഔട്ട്പുട്ടാണ് എവിടെ നിന്ന് കിട്ടുന്നത്? അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്ന് കിട്ടുന്നത്. മാർജിനൽ പ്രൊഡക്ടിവിറ്റി അവിടെ എത്രയാണ്? 0-യാണ്. അതായത് അതിനോട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് പഠിക്കാം, അല്ലെ? എന്താ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ടേം നമുക്കൊന്ന് നോക്കാം. എന്താണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി? 0 ആവുന്ന അഗ്രികൾച്ചറൽ സെക്ടറിൽ ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്ന ഒരു അൺഎംപ്ലോയ്മെന്റ് ആണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരാണ്? അവരുടെ തിയറിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആരാണ്? യെസ്, അത് ആർതർ ലെവിസ് ആണ് കേട്ടോ. മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0 ആവുന്ന സിറ്റുവേഷൻ. Capital formation accelerated by more utilizing the unlimited supply of labor. ഈ അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബറിനെ ഇൻഡസ്ട്രിയൽ സെക്ടർ യൂട്ടിലൈസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അവിടെ ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കുകയും എക്കണോമിക് ഡെവലപ്മെന്റ് നടക്കുകയും ചെയ്യും എന്നതാണ് ആർതർ ലെവിസിന്റെ ഒരു വാദം. ഇനി നമ്മൾ നേരത്തെ കണ്ട അഗ്രികൾച്ചറൽ സെക്ടറിൽ അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് സെക്ടറിൽ അല്ലെങ്കിൽ റൂറൽ സെക്ടറിൽ എന്താണ്? റിയൽ വേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ലെവിസിന്റെ തിയറിയുമായി ബന്ധപ്പെടാത്ത അസംഷൻ ഏതാണ്? അല്ലെങ്കിൽ ലെവിസിന്റെ അസംഷൻസ് ഏതാണ് എന്നൊക്കെ ചോദിച്ചാല് അസംഷൻസ് നമുക്ക് മനസ്സിലാക്കി വെക്കണം. അഗ്രികൾച്ചറൽ സെക്ടറിൽ അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് സെക്ടറിൽ റിയൽ വേജ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്.
സേവിങ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റുകൾ മാത്രമേ സേവിങ്സ് നടത്തുന്നുള്ളൂ. എന്താണ്? സേവിങ്സ് നടത്തപ്പെടുന്നത് ആരാണ്? ക്യാപിറ്റലിസ്റ്റുകൾ മാത്രമാണ്. ദർ ഇസ് നെഗറ്റീവ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് ഇക്കോണമിയിലുള്ളത്. തിയറി ലോവർ ഡെവലപ്ഡ് കൺട്രീസിൽ മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ള തിയറിയാണ് ലെവിസിന്റെ തിയറി. ലോവർ ഡെവലപ്ഡ് കൺട്രീസിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള തിയറിയാണ് ലെവിസിന്റെ തിയറി എന്ന് പറയുന്നത്. റൈസ് ഇൻ പ്രോഫിറ്റ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് കോൾഡ് ക്യാപിറ്റൽ സർപ്ലസ്. ഇപ്പം ക്യാപിറ്റലിസ്റ്റുകളുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിലുള്ള നമ്മളുടെ പ്രോഫിറ്റിനെ എന്ത് വിളിക്കും? ക്യാപിറ്റൽ സർപ്ലസ് എന്ന് വിളിക്കും. ക്യാപിറ്റൽ ഫോർമേഷൻ മാൻ ഇൻക്രീസ്ഡ് വിത്ത് ബാങ്ക് ക്രെഡിറ്റ്. ബാങ്ക് ക്രെഡിറ്റ് എന്ത് ചെയ്യാം? ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് ആസ് ദർ ഇസ് ഇൻക്രീസ് ഇൻ ബാങ്ക് ക്രെഡിറ്റ് ദർ കുഡ് ബി ഇൻഫ്ലേഷണറി പ്രഷർ. ബാങ്ക് ക്രെഡിറ്റ് ക്യാപിറ്റൽ ഫോർമേഷനിലേക്ക് നയിക്കും. ഈ ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഇൻഫ്ലേഷൻ ഉള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലെവിസിന്റെ തിയറിയിലേക്ക് കടക്കാം. ലെവിസിന്റെ തിയറി ഇത്രയേ ഉള്ളൂ. എക്കണോമിക് ഡെവലപ്മെന്റ് സാധ്യമാവണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കണം. എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു അഗ്രികൾച്ചറൽ സെക്ടറും ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറും ഉണ്ട്. അഗ്രികൾച്ചറൽ സെക്ടറിൽ തുച്ഛമായ വേജിന് ചീപ്പായിട്ട് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ നടക്കുന്നുണ്ട്. അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ എവിടെ സംഭവിക്കുന്നുണ്ട്? അഗ്രികൾച്ചറൽ സെക്ടറിലുണ്ട്. അവിടെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഗണ്യമായിട്ട് ലേബേഴ്സിനെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് കൊണ്ടുവന്നാലും ഇവിടുത്തെ പ്രൊഡക്ടിവിറ്റിയിൽ ഇൻക്രീസിംഗേ സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ്ഡ് ആവുകയുള്ളൂ. സോ എക്കണോമിക് ഗ്രോത്ത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ലേബേഴ്സ് ട്രാൻസ്ഫർ ചെയ്യണം. അങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കുന്നു. ആ ക്യാപിറ്റൽ ഫോർമേഷൻ എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ആര് പറയുന്നത്? നമ്മളുടെ ആർതൂർ ലെവിസ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ എന്നുള്ള തിയറിയാണ് ആർതൂർ ലെവിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ ആണ്. അതായത് അഗ്രികൾച്ചറൽ സെക്ടറിൽ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ ഉണ്ട്. അദ്ദേഹം പ്രധാനം കൊടുത്തത് അഗ്രികൾച്ചറൽ സെക്ടറിന് അദ്ദേഹം അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ ഉള്ള ഒരു ഇൻഡസ്ട്രി മാത്രമായിട്ട് ഒരു സെക്ടർ മാത്രമായിട്ടാണ് കണ്ടത്. അതിന്റെ അപ്പുറത്തേക്ക് അഗ്രികൾച്ചറൽ സെക്ടറിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞില്ല. അഗ്രികൾച്ചറൽ സെക്ടർ എന്തുകൊണ്ട് ഇംപ്രൂവ്ഡ് ആവണം, എന്തുകൊണ്ട് ഇൻക്രീസ് ആവണം എന്നതിനെ കുറിച്ച് ഒന്നും ആര് പറഞ്ഞില്ല? യെസ്, നമ്മളുടെ ആർതൂർ ലെവിസ് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ എവിടെയുണ്ട്? അഗ്രികൾച്ചറൽ സെക്ടറിലുണ്ട്. ഈ അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ എങ്ങോട്ട് പോകണം? ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് പോകണം. അങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ഈ ലേബേഴ്സിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് ഇൻഡസ്ട്രി വലുതാവും, ഇൻഡസ്ട്രിയൽ ക്യാപിറ്റൽ ഫോർമേഷൻ നടക്കും. അങ്ങനെ ക്യാപിറ്റൽ ഫോർമേഷൻ എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് നയിക്കും എന്നുള്ള ഒരു തിയറിയാണ് ആര് പറഞ്ഞു വെച്ചത്? ആർതൂർ ലെവിസ് പറഞ്ഞു വെച്ചത്. ഇനി എങ്ങനെയാണ് നമ്മളുടെ ഫെയറാനീസ് ഈ ലെവിസിൽ നിന്നും വ്യത്യസ്തമാവുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ ആർതൂർ ലെവിസിനെ പോലെ തന്നെ ഫെയറാനീസും ഇക്കോണമിക്ക് 2 സെക്ടർ ഉണ്ട് എന്ന് വാദിച്ച ആളാണ്. ഫെയറാനീസും എന്ത് ചെയ്യപ്പെട്ടു? 2 സെക്ടേഴ്സ് ഉണ്ട്. ഒന്ന് റൂറൽ സബ്സിസ്റ്റൻസ് സെക്ടർ ആണ്, മറ്റൊന്ന് അർബൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ്. റൂറൽ സബ്സിസ്റ്റൻസ് സെക്ടർ ആണ് അഗ്രികൾച്ചറൽ സെക്ടർ, അർബൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ് റൂറൽ സബ്സിസ്റ്റൻസ് സെക്ടർ അഗ്രികൾച്ചറൽ സെക്ടർ, അർബൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. ഇവിടെ അഗ്രികൾച്ചർ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? സർപ്ലസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ സർപ്ലസ് ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് പോകണം, എന്നിട്ട് ഗ്രോത്ത് ഉണ്ടാക്കണം എന്നതായിരുന്നു ലെവിസ് പറഞ്ഞത്. എന്നാൽ ഫെയറാനീസ് പറഞ്ഞു വെച്ചത് ഇവിടെ ഇങ്ങനെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി 0 ഉള്ള അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും ലേബേഴ്സിനെ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് പറഞ്ഞു വിട്ടാൽ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ലേബേഴ്സ് ഇവിടെ ഓൾറെഡി വേജ് കുറവാണ് അല്ലെ. അഗ്രികൾച്ചറൽ സെക്ടറിൽ വേജ് കുറവാണ്, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ സാമാന്യം ഭേദപ്പെട്ട വേജ് റേറ്റ് ഉണ്ട്. അതിൽ അട്രാക്റ്റീവ് ആയിട്ട് അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും സ്വമേധയാ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ലേബേഴ്സ് എന്ത് ചെയ്യും? മൈഗ്രേറ്റ് ചെയ്യും. അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും അല്ലെങ്കിൽ റൂറൽ സെക്ടറിൽ നിന്നും അർബൻ സെക്ടറിലേക്ക് വേജിൽ അട്രാക്ട് ചെയ്തുകൊണ്ട് ആര് പോവും? ലേബേഴ്സ് പോവും. അപ്പൊ അങ്ങനെ പോയാൽ ഇൻഡസ്ട്രി വലുതാവും, ഇൻഡസ്ട്രി വളരും, എക്കോണമിക് ഗ്രോത്ത് ഉണ്ടാവും എന്നാണല്ലോ ലെവിസ് പറഞ്ഞത്. എന്നാൽ ഇവിടെ നമ്മളുടെ ഫെയറാനീസ് അഗ്രികൾച്ചറൽ സെക്ടറിൽ തന്നെ എന്ത് ചെയ്യപ്പെട്ടു? എംഫസൈസ് ചെയ്തു. ഇങ്ങനെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ, മോഡേൺ സെക്ടറിൽ, അർബൻ സെക്ടറിൽ അട്രാക്റ്റീവ് ആയിട്ട് ലേബേഴ്സ് എങ്ങോട്ട് പോവും?
ആ ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് പോകും. അങ്ങനെ പോയാൽ അദ്ദേഹം അഗ്രികൾച്ചറിനെ കൈവിടരുത് എന്നുള്ളതാണ് ഫെയ്റാനീസ് പറഞ്ഞത്. അങ്ങനെ ഇവിടുന്ന് ലാബേഴ്സ് പോയാലും ആർക്കാണ് ഗുണകരമായിട്ട് മാറുന്നത്? അത് അഗ്രികൾച്ചറൽ സെക്ടറിന് തന്നെയാണ് ഗുണകരമായിട്ട് മാറുന്നത്. അങ്ങനെ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്ന് ലാബേഴ്സ് പോയാൽ അവിടുത്തെ പ്രൊഡക്ടിവിറ്റി മെല്ലെ ഇമ്പ്രൂവ് ചെയ്തോളും. അപ്പൊ അതിനനുസരിച്ച് ക്യാപിറ്റൽ ഫോർമേഷൻ അഗ്രികൾച്ചറൽ സെക്ടറിൽ നടക്കണം. കാരണം ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് ലാബേഴ്സ് പോയാലും അവിടെയുള്ള ജനങ്ങൾക്ക് എന്ത് വേണം? ഫുഡ് വേണം അല്ലെ? അതിനുള്ള ഒരു സോഴ്സ് ആണ് അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്നത്. അവർക്ക് ഫുഡ് സപ്ലൈ ചെയ്യാനും അഗ്രികൾച്ചറൽ സെക്ടറിനെ വളർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ അഗ്രികൾച്ചറൽ സെക്ടർ വളർന്നു വരുന്നതിന്റെ ഭാഗമായിട്ട് അഗ്രികൾച്ചറൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിൽ ഡിപ്പെൻഡ് ആയിട്ട് ഇൻഡസ്ട്രിയൽ സെക്ടറും സ്വമേധയാ വളർന്നുകൊള്ളും. അഗ്രികൾച്ചറിനെ ഒഴിവാക്കിയിട്ട് ഇൻഡസ്ട്രീനെ മാത്രം ഫോക്കസ് ചെയ്യരുത് എന്നുള്ള തിയറിയാണ് ആര് പറഞ്ഞു വെച്ചത്? നമ്മളുടെ ഫെയ്റാനീസ് പറഞ്ഞു വെച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ നമ്മളുടെ ഫെയ്റാനീസിന്റെയും അതുപോലെ തന്നെ ആർതൂർ ലെവിസിന്റെയും. ആർതൂർ ലെവിസ് പറഞ്ഞതും ഫെയ്റാനീസ് പറഞ്ഞതും ഏകദേശം പകുതി വരെ സെയിമാ അല്ലെ? എന്താ ലെവിസ് ആയാലും ഫെയ്റാനി ആയാലും പറഞ്ഞു വെച്ചത് എന്ത് തന്നെയാണ്? എക്കണോമിയെ രണ്ട് സെക്ടറായിട്ട് തിരിക്കുന്നു. ഒന്ന് അഗ്രികൾച്ചറൽ സെക്ടറാണ്, ഒന്ന് ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. അഗ്രികൾച്ചറൽ സെക്ടറിൽ എന്തുണ്ട്? കുറഞ്ഞ വേജ് റേറ്റേ ഉള്ളൂ അല്ലെ? വളരെ തുച്ഛമായ കോൺസ്റ്റന്റ് ആയിട്ടുള്ള വേജ് റേറ്റേ ഉള്ളൂ. അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ. ഒരുപാട് ലേബേഴ്സ് എവിടെയുണ്ട്? അഗ്രികൾച്ചറൽ സെക്ടറിലുണ്ട്. ഈ അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നും ലേബേഴ്സിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? സാമാന്യം ഭേദപ്പെട്ട വേജ് കൊടുക്കുന്ന ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് തൊഴിലാളികൾ പോകണം, ലാബേഴ്സ് പോകണം. എന്നിട്ട് ലെവിസ് പറഞ്ഞത് ഇൻഡസ്ട്രീനെ വളർത്തിയാൽ എക്കണോമിക് ഡെവലപ്മെന്റ് സംഭവിക്കും. എന്നാൽ ഫെയ്റാനി പറഞ്ഞത് എന്താണ്? യെസ്, അങ്ങനെ ഇൻഡസ്ട്രീനെ വളർത്തുക മാത്രമല്ല അഗ്രികൾച്ചറിനെ പാടെ അവോയ്ഡ് ചെയ്യരുത്. അഗ്രികൾച്ചർ ഇത്തരത്തിൽ ലാബേഴ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങോട്ട് പോയാലും യെസ് ഇൻഡസ്ട്രിയിലേക്ക് പോയാലും ആരെ പ്രൊമോട്ട് ചെയ്യണം? അഗ്രികൾച്ചറിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. കാരണം അവർക്ക് വേണ്ട റോ മെറ്റീരിയൽസ് കൊടുക്കാനായാലും ഫുഡ് കൊടുക്കാനായാലും ഒക്കെ അഗ്രികൾച്ചറൽ സെക്ടറിനാണ് കഴിയുന്നത്. അപ്പൊ അഗ്രികൾച്ചറൽ സെക്ടറിന് വീണ്ടും പ്രാധാന്യം കൊടുക്കണം. അഗ്രികൾച്ചറൽ സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് അവിടുത്തെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രീനെയും കൂടെ അതിന്റെ കൂടെ വളർത്തിയിട്ട് എക്കണോമിക് ഡെവലപ്മെന്റ് സാധ്യമാക്കുക എന്നുള്ളതാണ് ഫെയ്റാനീസ് പറഞ്ഞത്. എന്നാൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഡെവലപ്മെന്റ് സാധ്യമാക്കുക എന്നുള്ളതാണ് ലെവിസ് പറഞ്ഞത്. ഇതാണ് ഈ ഒരു രണ്ട് തിയറിയുടെയും വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫെയ്റാനീസിന്റെ തിയറിയും ലെവിസിന്റെ തിയറിയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. കൃത്യമായിട്ട് അതിന്റെ ഡിഫറൻസസ് തന്നെ മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അപ്പം ഇത്തരത്തില് ഓരോ തിയറീസ് എടുത്തിട്ടും ഓരോ PYQസിൽ നിന്നും അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മുടെ ഓരോ ക്ലാസ്സസും പോകുന്നത്. ഇപ്പൊ നിലവില് നമ്മൾ CCയിൽ ഒരു 30 days ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സമയം കളയാതെ നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ ഇനിയുള്ള ദിവസത്തിനകം, കുറഞ്ഞ ദിവസങ്ങൾക്കകം നിങ്ങൾക്ക് സെറ്റ് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പം CCയുടെ ഭാഗമായിട്ട് ചേരുകയാണെങ്കിൽ നമുക്ക് ആപ്പ് ത്രൂ റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിലബസ് പ്രകാരം റെക്കോർഡഡ് സെഷൻസ് പോകുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഏതാണ് എന്താണ് എന്നുള്ള റെക്കോർഡഡ് ക്ലാസ്സസിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മാത്രമല്ല ഈ റെക്കോർഡഡ് ക്ലാസ്സസിന് പുറമെ നമുക്ക് ലൈവ് സെഷൻസ് വരുന്നുണ്ട്. വീക്ക്ലി ലൈവ് സെഷൻസ് വരുന്നുണ്ട്. ഈ ലൈവ് സെഷനിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ററാക്ട് ചെയ്യാനും ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടും. വീക്ക്ലി റിവിഷൻ എക്സാംസ് വരുന്നുണ്ട്. ഡെയിലി നിങ്ങൾക്ക് വർക്ക്ഔട്ട്സ് തരുന്നുണ്ട്. മാത്രമല്ല മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ അനാലിസിസ് നടക്കുന്നുണ്ട്. ഓരോ സമയത്തും നിങ്ങളുടെ കൂടെ ഒരു മെന്റർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മെന്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും മെന്ററോട് ഡൗട്ട് ചോദിക്കാനും കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള PDF മെറ്റീരിയൽസ് നിങ്ങളുടെ സ്റ്റഡീനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കിട്ടും. ഇത്തരത്തിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് പ്ലാനിലൂടെയാണ് നമ്മുടെ CCയുടെ ക്ലാസ്സസ് പോകുന്നത്. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വേഗം 30 days ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, വളരെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുക. താങ്ക്